നമ്മുടെ ഇഞ്ചിപ്പുളിയും, പുളി ഇഞ്ചി, ഇഞ്ചിപ്പുളി, അങ്ങനെ എന്ത് വേണേലും, ഇഞ്ചിക്കറി, അങ്ങനെ എന്ത് വേണേലും പറയാം. ഇത് കണ്ടോ നമ്മുടെ ഇഞ്ചി, നല്ല ടേസ്റ്റോട് കൂടിയ ഇഞ്ചി പുളി. അതുപോലെ തന്നെ മുളക്, പത്തൽമുളകും ഉള്ളിയും കൂടെ പൊടിച്ചിട്ട പയർ മെഴുക്കുവരട്ടി, ചെറുപയർ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് 2 കറിയാണ് വെക്കാൻ പോകുന്നത്. ഒന്ന് ഇഞ്ചി, ഒന്ന് പയർ. പെട്ടെന്ന് വിശന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കറിയാകാമെന്ന് ഓർത്തു. അങ്ങനെയാണ് ഈ കറി വെക്കാമെന്ന് ഓർത്തത്. തപ്പി നോക്കിയപ്പോൾ ഇഞ്ചിയും കിടപ്പുണ്ട്, പയറും ഉണ്ട്. എന്നാൽ പിന്നെ പയർ വെച്ചൊരു കറി, ഇഞ്ചി വെച്ചൊരു കറി ആയിട്ട് എന്നോർത്ത് നമ്മൾ ഇത്രയും പയർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെള്ളമൊഴിച്ചിടാം. നമുക്ക് ഇഞ്ചി പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയുടെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ പയർ അടപ്പി വെക്കുന്ന കാര്യം മറന്നുപോയി. നമുക്ക് ആദ്യം പയറൊന്ന് അടപ്പി വെക്കാം. കുക്കറെ വെച്ചാൽ പെട്ടെന്ന് വേകും, പക്ഷേ അടപ്പ വെക്കുന്നത്രയും ടേസ്റ്റ് നമുക്ക് കുക്കറെ വെച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അടപ്പേ തന്നെ വെക്കാമെന്ന് ഓർത്തിട്ട് ചട്ടിക്കകത്ത് എടുത്തതാണ്. അപ്പം നമ്മൾ പയറിനകത്ത് 2-3 ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ടു. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പയിൽ നിന്ന് വെക്കാം. അപ്പം നമ്മൾ പയറൊക്കെ അടപ്പയിൽ വെച്ച് മൂടിയൊക്കെ വെച്ച് ഇനി അതവിടെ നന്നായിട്ട് വേട്ടെ. അപ്പം നമുക്ക് വീണ്ടും ഇഞ്ചിയിലേക്ക് പോവാം. ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വട്ടം ഒന്ന് മുറിച്ചെടുക്കാം. ഇഞ്ചി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് വട്ടം അരിഞ്ഞെടുത്തു. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു ചീനച്ചട്ടിയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ, ഒത്തിരി വേണ്ട, കുറച്ചതൊന്ന് വറുത്തെടുക്കാൻ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് മൂക്കും. അധികം എണ്ണയും വേണ്ട. കണ്ടോ, നമ്മൾ ആകപ്പാട് ഒഴിച്ചേക്കുന്ന കുറച്ച് എണ്ണ, ആ എണ്ണ അതുപോലെ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ ഇഞ്ചി മൊത്തം മൂപ്പിച്ചും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കറി വെക്കാനും ഉള്ള എണ്ണ കൂടെ അതിലുണ്ട്. ഇത്ര ഇഞ്ചി നമ്മൾ മൂപ്പിച്ചെടുത്തു. നമ്മുടെ ഇഞ്ചി നമ്മൾ ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. പൊടിച്ചെടുക്കാം. ഇത് അറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമ്മുടെ ഇഞ്ചി നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടോ, ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. പുളി വെക്കാനായിട്ട് നമ്മൾ 2-3 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 3 ചെറിയ പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, പുളി ഇത്ര, അതുപോലെ തന്നെ ശർക്കര ഒരു ചെറിയ കഷ്ണം പൊടിച്ചത്. എന്നുവെച്ചാൽ ഒരുപാട് ശർക്കരയും പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ഇത് കൂടുതൽ വേണേലും ഒഴിക്കാം. ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കുറച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, നമ്മൾ താളിക്കാൻ അരിയുന്നോട്ടാണ് അരിഞ്ഞ് വെച്ചിരുന്നത്. ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികളും ഇട്ട് ഉപ്പും ഇട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ ചേർക്കാം. ഇഞ്ചിപ്പുളി റെഡി. പച്ചമുളകും ഉള്ളിയും ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ആ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കൊത്തി നുറുക്കി വേണേൽ നമുക്കിങ്ങനെ വെക്കാം. പക്ഷെ ഇതാകുമ്പോൾ അറിയാൻ മേലാത്തവർക്ക് കൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റെഡിയാക്കത്തുള്ളൂ. മറ്റാകുമ്പം മുരിഞ്ഞ് ഇതൊക്കെ വരാനായിട്ട് ഇച്ചിരി പാടാവും തോന്നുന്നു. ഇതാകുമ്പോൾ എണ്ണക്കകത്തിട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ റെഡിയാവും. വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് പറ്റി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഒത്തിരി ദിവസം ഇരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഉള്ളിയോ
പച്ചമുളക് അതൊന്നും ചേർക്കണ്ട. നോർമലായിട്ട് വെക്കുന്ന രീതി അങ്ങ് വെച്ചാൽ മതി. ഇതെനിക്ക് പെട്ടെന്ന് തീരും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. വെച്ചേക്കുന്ന പരിപാടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുണ്ടാക്കിയതും. വെച്ചേക്കുന്നവരാണെങ്കിൽ ഈ ഉള്ളി ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ, ചീത്തയിൽ പോവുമായിരിക്കും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. മധുരം ഒത്തിരി വേണ്ടവർക്ക് മധുരം കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ആ എടുത്ത് വെച്ചിരുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തു. കണ്ടോ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. നമ്മൾ ഇഞ്ചിയുടെ പുറകെ പോയതുകൊണ്ട് നമ്മുടെ പയറിൻ്റെ കാര്യം നോക്കിയിട്ടില്ല. നമുക്കൊന്ന് പയർ നോക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി പുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പയറും കൂടെ ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ പയർ വെച്ചിട്ട് കുറച്ച് നേരമായി. അടുപ്പയിലായതുകൊണ്ട് വലിയത് ശ്രദ്ധിക്കാനൊന്നും വന്നില്ല. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പയർ വെള്ളമൊക്കെ പറ്റി കറക്റ്റ് വെന്തിരിക്കുകയാണ്. കണ്ടോ, ഒത്തിരി വെന്ത് പോകുന്നത് ഇഷ്ടമില്ല, ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി മുളകും കൂടെ പൊടിച്ച് മൂപ്പിച്ചും കൂടി ഇട്ടാൽ നമ്മുടെ കറി രണ്ടും റെഡിയായി കിട്ടി. എന്നിട്ട് വേണം ചോറുണ്ണാനായിട്ട്. അപ്പം നമുക്ക് ഉള്ളി മുളകും കൂടെ പൊടിച്ചിട്ടൊന്ന് ചേർക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിപ്പുളി വേറൊരു പാത്രത്തിലേക്കൊക്കെ നമ്മൾ മാറ്റി. കണ്ടോ, അപ്പം നമ്മുടെ ഇഞ്ചിപ്പുളിയും അതുപോലെ തന്നെ മുളക് പൊടിച്ച് മൂപ്പിച്ചിട്ട ചെറുപയർ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വൃശ്ചിക ഒന്നല്ലേ, അതുകൊണ്ടാണ് മീനൊന്നും വേണ്ടെന്ന് വെച്ച് ഇതിലേക്ക് തന്നെ തിരിഞ്ഞത്. ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, ഇത്ര നേരം ഫുഡ് കഴിക്കാതിരുന്നത്. ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയത്. 10-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി രണ്ടും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.